മഹിളാ കോൺഗ്രസ് കരുനാഗപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റി സപ്ലൈ ഓഫീസറെ ഉപരോധിച്ചു. കരുനാഗപ്പള്ളി താലൂക്കിൽ റേഷൻ കാർഡ് ഉടമകൾക്ക് പച്ചരി വിതരണം പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഉപരോധം സംഘടിപ്പിച്ചത്. പച്ചരി വിതരണം ഉടൻ പുനരാരംഭിക്കുമെന്ന അസിസ്റ്റന്റ് സപ്ലൈ ഓഫീസർ വി പ്രവീണിന്റെ ഉറപ്പിലാണ് ഉപരോധം അവസാനിപ്പിച്ചത്. കരുനാഗപ്പള്ളി താലൂക്കിൽ റേഷൻ കാർഡ് ഉടമകൾക്ക് പച്ചരി വിതരണം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് മഹിളാ കോൺഗ്രസ് കരുനാഗപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സപ്ലൈ ഓഫീസറെ ഉപരോധിച്ചത്. സംസ്ഥാനത്ത് കരുനാഗപ്പള്ളി താലൂക്കിൽ ഒഴികെ മറ്റെല്ലാ താലൂക്കുകളിലും പച്ചരി വിതരണം ഉണ്ടായിട്ടും കരുനാഗപ്പള്ളി താലൂക്കിൽ മാത്രം റേഷൻ കടകളിൽ പച്ചരി വിതരണം നടക്കുന്നില്ല. മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട AAY കാർഡ് ഉടമകൾക്ക് മാത്രമാണ് പച്ചരി വിതരണമുള്ളത്. BPL, നീല, വെള്ള കാർഡ് ഉടമകൾക്ക് പച്ചരി കിട്ടിയിട്ട് മാസങ്ങളായി. കരുനാഗപ്പള്ളി താലൂക്കിൽ പച്ചരി വിതരണം ഉടനടി പുനരാരംഭിക്കുമെന്ന അസിസ്റ്റന്റ് സപ്ലൈ ഓഫീസർ വി പ്രവീണിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഉപരോധം തൽക്കാലം അവസാനിപ്പിച്ചു. ഉപരോധം മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മാരിയത്ത് ഉദ്ഘാടനം ചെയ്തു. കരുനാഗപ്പള്ളി താലൂക്കിൽ ഒരു റേഷൻ കടകളിൽ പോലും പച്ചരി കിട്ടുന്നില്ല. അന്ത്യോദയ കാർഡിനൊഴികെയുള്ള ഒരു കാർഡുകൾക്കും പച്ചരി കൊടുക്കാത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. അത് ഈ കരുനാഗപ്പള്ളി താലൂക്കിൽ മാത്രമാണ് എന്ന് കണ്ടതിനാലാണ് ഞങ്ങൾ ഇവിടെ സപ്ലൈ ഓഫീസറെ ഉപരോധിക്കാനായി എത്തിയതും അത് തുടർന്ന് പച്ചരി ഈ മാസം മുതൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണമെന്ന് പറയുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ്, തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ, മഹിളാ കോൺഗ്രസ് നേതാക്കളായ നദീറ കാട്ടിൽ, ശകുന്തള അമ്മവീട്, M നസീം ബീബി, VS രതിദേവി, ചിത്ര വിനോദ്, ഷീബ ബിനു, മോളി സുരേഷ്, അമ്പിളി, സക്കീന, അജിത, രാധാമണി, ഷാജി, ഗീതാമോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.